അഞ്ചാം ഘട്ടം തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ലോക്സഭയിലേക്കുള്ള ഏകദേശം 428 സീറ്റുകളിലേക്കുള്ള മൊത്ത തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ കഴിയുമ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് BJP ഹിന്ദി ഹൃദയഭൂമിയിൽ ചില സ്ഥലങ്ങളിലെങ്കിലും വെല്ലുവിളി നേരിടുകയും അതേസമയം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ള വസ്തുതയാണ്. ഇതുവരെ പലപ്പോഴും വലിയ ചർച്ചകൾ നടക്കുന്നത് വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ചാണ്. പക്ഷേ അവസാന വോട്ട് ശതമാനം പരിശോധിക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ വോട്ട് ശതമാനത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് മൊത്തത്തിലുള്ള വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ 2019 ഈ 5 ഘട്ടങ്ങളിലായുള്ള വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ ഒന്നാം ഘട്ടത്തിൽ 69.76% 2019 ഉണ്ടായിരുന്നെങ്കിൽ 2024 അത് 66.14%. രണ്ടാം ഘട്ടം പരിശോധിക്കുമ്പോൾ അത് 70.9% ഒന്നാം ഘട്ടത്തിൽ ആയിരുന്നു 2019 എങ്കിൽ 2024 എത്തുമ്പോൾ അത് 66.71% മാറുന്നു. മൂന്നാം ഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ 2019 65.68% എങ്കിൽ അത് 66.83% 2024 മാറുന്നു. നാലാം ഘട്ടം പരിശോധിക്കുമ്പോൾ 69.16% ഒന്നാം ഘട്ട 2019 ഉണ്ടായിരുന്നെങ്കിൽ 69.12% ഈ ഘട്ടത്തിൽ 2024 മാറുന്നു എന്നുള്ളതാണ്. അതായത് കാര്യമായൊരു വ്യത്യാസം അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ബോധ്യമാകുന്നത്. 69.16% നിന്നും 69.12% നാലാം ഘട്ടം എത്തുമ്പോഴേക്കും ആ ശതമാനം കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നാലാം ഘട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിരുന്നേക്കാം. അഞ്ചാം ഘട്ടം എത്തുമ്പോഴേക്കും സ്ഥിതി കുറച്ചുകൂടി വ്യത്യസ്തമാവുകയാണ്. അഞ്ചാം ഘട്ടം എത്തുമ്പോൾ 62.19% നേരത്തെ, അതായത് 2019 ഉണ്ടായിരുന്നതെങ്കിൽ 62.1% മാറുന്നു 2021. അതായത് ഓരോ ഘട്ടം കഴിയും തോറും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2019 വോട്ടിംഗ് ശതമാനത്തെ അപേക്ഷിച്ച് 2024 വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇതുവരെ നടന്ന മുഴുവൻ വോട്ടിംഗ് ശതമാനവും പരിശോധിച്ചാൽ 2019 അത് 68% ആയിരുന്നു എങ്കിൽ 2024 എത്തുമ്പോഴേക്കും അത് 66.39% മാറുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 1.5% കുറവാണ് ഇപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ ആകെ വിലയിരുത്തിയാൽ ഉണ്ടാകുന്നത്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ ആദ്യ തെരഞ്ഞെടുക്കുന്ന ഒരു സാധാരണ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു വലിയ വ്യത്യാസം പ്രകടമാകുന്നത് ഒന്നുകിൽ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധം ഉണ്ടാകുകയോ ഒരു വലിയ മാറ്റത്തിനുള്ള സൂചനകൾ കാണിക്കുമ്പോഴോ ചെയ്യുമ്പോഴാണ്. എന്നാൽ നിലവിലത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്നാണ് എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. മിക്കവാറും എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ മാറ്റത്തിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ 5 ഘട്ടങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നമ്മളുടെ മുന്നിലുള്ള ഏതാണ്ട് അഞ്ചാം ഘട്ടത്തിൽ 50.72 കോടിയിലേറെ ആളുകളാണ് പോളിംഗ് ബൂത്തിൽ എത്തിയത്. അവരുടെ അഭിപ്രായങ്ങൾ വളരെ നിർണായകവുമാണ്. ഉത്തർപ്രദേശിലെ 14 സീറ്റുകളും മഹാരാഷ്ട്രയിലെ ഏതാണ്ട് 13 സീറ്റുകളും ബീഹാറിലും ഒഡീഷയിലും ഒക്കെ ആയിട്ട് 5 സീറ്റുകളും പിന്നീട് ജാർഖണ്ഡും ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ഒക്കെയാണ് ഈ അഞ്ചാം ഘട്ടത്തിൽ 49 സീറ്റുകളിലായി തെരഞ്ഞെടുപ്പ് നടന്നത്. ആ 49 സീറ്റുകളിൽ 2019 ഫലം പരിശോധിച്ചാൽ ഏതാണ്ട് 41 സീറ്റുകളും NDA BJP സഖ്യം നിലനിർത്തിയതാണ് എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ ആ ഘട്ടത്തിൽ BJP കോൺഗ്രസിന് ഒരുപക്ഷെ നേടാനായത് ഒരേ ഒരു സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിന് ഒറ്റയ്ക്ക്, റായ്ബറേലിയിൽ മാത്രം എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പൊ അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറെ നിർണായകമായിരുന്നു. കാരണം ഒരു സ്ഥലത്തും അവർ മാക്സിമം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയിരുന്നു. ഒരു സ്ഥലത്ത് പോലും പിന്നോട്ട് പോവുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളി തന്നെയാണ്. അത് ഈ അഞ്ചാം ഘട്ടം 6ാം ഘട്ടം തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് BJPക്ക് പഴയതിനേക്കാൾ വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. പക്ഷെ 1, 2, 3 ഘട്ടങ്ങൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ BJP പഴയതിനേക്കാൾ നില മെച്ചപ്പെടുത്താനാണ് സാധ്യത എന്നുള്ളതാണ് ശരി. എന്നാൽ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ
BJP ഏറെക്കുറെ വലിയ വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ളതാണ്. വലിയ വെല്ലുവിളികൾ എന്ന് ഞാൻ പറയുന്നത് BJP ഒരുപക്ഷെ മുൻപ് അനുഭവിച്ച വലിയ ഭൂരിപക്ഷത്തെക്കാൾ ഒരല്പം താഴേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം ഇനി നടക്കാൻ പോകുന്ന 6ാം ഘട്ട തെരഞ്ഞെടുപ്പും 7ാം ഘട്ട തെരഞ്ഞെടുപ്പും അതിനിർണായകമാണ്. 6ാം ഘട്ടം തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 58 സീറ്റിലേക്കും 7ാം ഘട്ടം തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 57 സീറ്റിലേക്കുമാണ് മത്സരിക്കുന്നത്. ഈ 6ാം ഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വരുന്നത് ബീഹാറിൽ 8 സീറ്റ്, ഹരിയാനയിൽ 10 സീറ്റ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം BJP 10ൽ 10 സീറ്റും നേടിയ സംസ്ഥാനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹരിയാന എന്ന് പറയുന്നത്. മാത്രമല്ല ഇത്തവണ ധാരാളം വെല്ലുവിളികൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവരോടൊപ്പം ഉണ്ടായിരുന്ന JJP ഇത്തവണ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കർഷക സമരവുമായി ബന്ധപ്പെട്ടും മറ്റും വളരെ വലിയ BJPക്കെതിരെ വളരെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്ന, അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹരിയാന എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എത്ര കണ്ട് BJPക്ക് 100 സീറ്റുകളും നിലനിർത്താനാകും എന്നുള്ള കാര്യത്തിൽ പലരും സംശയം ഉന്നയിക്കുന്നുണ്ട്. എന്നാലും BJP ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ 1ഉം 2ഉം 3ഉം ഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നേടുന്ന ഒരു മേൽക്കോയ്മ, അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ആ നേട്ടങ്ങൾ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന നഷ്ടം ബാലൻസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് 6ാം ഘട്ടത്തിലും 7ാം ഘട്ടത്തിലും തങ്ങൾക്കുണ്ടായിരുന്ന ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാതെ നോക്കേണ്ടുന്ന ഒരു ബാധ്യത BJP സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ ഒട്ടേറെ വെല്ലുവിളികളാണ് അവർ ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഡൽഹിയിൽ കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം നടക്കുന്ന വലിയ ക്യാമ്പയിൻ, അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങൾ, ഇതൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ അർത്ഥം BJPക്ക് വോട്ട് നിലയിൽ കാര്യമായ കുറവുണ്ടാകും എന്നല്ല, മറിച്ച് BJP ഒരു വലിയ വെല്ലുവിളി തെരഞ്ഞെടുപ്പിൽ 6ാം ഘട്ടത്തിലും 7ാം ഘട്ടത്തിലും നേരിടുന്നു എന്നുള്ളതാണ്. അത് എത്ര കണ്ട് സീറ്റ് കുറയ്ക്കുമെന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണമായി ഡൽഹി പരിശോധിക്കും. ഡൽഹിയിൽ മൊത്തം 7 സീറ്റുകളാണുള്ളത്. അത് 7ഉം നേടി BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഒരെണ്ണമെങ്കിലും നഷ്ടമാവുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനാവുന്ന കാര്യമല്ല. എന്നാൽ ചില സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത് BJPക്ക് ഒരു സീറ്റ് ഒരുപക്ഷെ ഡൽഹിയിൽ നിന്ന് NDA സഖ്യത്തിന് നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള സൂചനകളാണ്. കാരണം അവിടെ കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ചിരവൈരികളായിരുന്ന രണ്ടുപേർ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. ഓർക്കണം, നമ്മൾ 2014 BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ, കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി BJPയുമായി കൈകോർത്ത ആം ആദ്മി സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ കോൺഗ്രസിനെ പുറത്താക്കാൻ വേണ്ടി, BJPയെ പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നു എന്നുള്ള രസകരമായ ചരിത്രത്തിന്റെ ഒരു വൈരുദ്ധ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഏത് തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ 5ാം ഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഹരിയാനയും ഹിമാചൽ പ്രദേശും ഒഡീഷയിലെ 6 സീറ്റുകളിലേക്ക് 6ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പൊ 6ാം ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വളരെ അതീവ നിർണായകമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം ബീഹാറിൽ 8 സീറ്റ് നടക്കുന്നു, ഹരിയാനയിൽ 10 സീറ്റിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഹിമാചൽ പ്രദേശിൽ 4 സീറ്റിലേക്ക് നടക്കുന്നു, ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം 6 സീറ്റിലേക്ക് മത്സരം നടക്കുന്നു, UPയിലെ 14 സീറ്റിലേക്ക് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അപ്പൊ ഡൽഹിയിലെ 7 സീറ്റിലേക്ക് മത്സരം നടക്കുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJPക്ക് അതീവ നിർണായകമാണ്. പ്രത്യേകിച്ച് ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ അവർ എത്ര കണ്ട് ഇവിടെ മേൽക്കോയ്മ നേടാൻ സാധിക്കുക, അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ആ ഏറ്റവും വലിയ മേൽക്കോയ്മ BJPക്ക് നിലനിർത്താനാകുമോ എന്നുള്ള വലിയ ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. കാരണം വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ BJPക്കെതിരെ അല്ലെങ്കിൽ NDA സഖ്യത്തിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഡൽഹിയിലെ പോലെ തന്നെ അത് വലിയ കാര്യമായ സീറ്റ് കുറവ് BJP സഖ്യത്തിൽ ഉണ്ടാക്കും എന്നാരും വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും കടുത്ത വെല്ലുവിളികൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ BJPക്ക് മുൻപുണ്ടായിരുന്ന സീറ്റുകൾ ഒരുപക്ഷെ നിലനിർത്താനാകില്ല ഈ 6ാം ഘട്ടത്തിൽ എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. 7ാം ഘട്ടത്തിലേക്ക് പോയാൽ കുറെ കൂടി വ്യത്യസ്തമാണ് കാര്യങ്ങൾ. 7ാം ഘട്ടത്തിൽ ഇതേപോലെ തന്നെ ബീഹാറിൽ 8 സീറ്റുകൾ, അതുപോലെ തന്നെ ഹിമാചലിൽ വീണ്ടും 4 സീറ്റുകൾ, ജാർഖണ്ഡിൽ 4 സീറ്റുകൾ, ഒഡീഷയിൽ 6 സീറ്റുകൾ, പഞ്ചാബ് നിർണായകമായി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും മറ്റൊരു തട്ടകമായ പഞ്ചാബ് ഈ 7ാം ഘട്ടത്തിൽ നിർണായകമായി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ 9 സീറ്റുകൾ, ഒഡീഷയിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് 13 സീറ്റുകൾ,
അതുപോലെ തന്നെ ചണ്ഡീഗഡിലെ ഒരു സീറ്റ്. ഇങ്ങനെ BJP ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി നടക്കാനിരിക്കുന്ന 6ഉം 7ഉം ഘട്ട തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് BJPക്ക് നേരത്തെ മാക്സിമം സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞ പ്രദേശങ്ങളാണെന്നിരിക്കെ ഇപ്രാവശ്യം ഒരുപക്ഷെ 6ാം ഘട്ടം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലാണ് BJP ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ 7ാം ഘട്ടം എത്തുമ്പോഴേക്കും അതൊരു അല്പം കൂടി കുറവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ വെല്ലുവിളി കുറെ കൂടി ഒരു ലൈറ്റർ വെർഷനിലാണ് വരുന്നത്. പക്ഷെ 6ാം ഘട്ടം, അതായത് ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. ഈ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വേരിയേഷൻസ് മൊത്തത്തിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ വേരിയേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭരിക്കപ്പെടുന്ന പാർട്ടിയോട് വലിയ തരത്തിലുള്ള ആന്റി ഇൻകംബൻസി ജനങ്ങൾ പ്രകടമാക്കുന്നില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല പലതരത്തിലുള്ള സഖ്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നു എന്നുള്ളതാണ്. അതിപ്പോ മഹാരാഷ്ട്രയിൽ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. നേരത്തെ ഉണ്ടായിരുന്ന സഖ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുപോലെ സഖ്യങ്ങളെ അടർത്തിക്കൊണ്ടുവരുന്നതിനും BJPക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ശിവസേന രണ്ടാകുമ്പോൾ അതിൽ ഒരു ശിവസേന വിഭാഗത്തെ കൂടെ കൂട്ടുമ്പോൾ അതുപോലെ തന്നെ മറുചേരിയിലും ചില മാറ്റങ്ങൾ നടത്തുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. കാരണം NCPയെ സംബന്ധിച്ചിടത്തോളം NCPയെ ഇതുപോലെ പിളർത്തി അതിന്റെ സൃഷ്ടാവിൽ നിന്ന്, ആ പാർട്ടിയെ ഉണ്ടാക്കിയ ആളിൽ നിന്ന് പാർട്ടി പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ BJPയെ സംബന്ധിച്ചിടത്തോളം, BJP സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ കാണുന്നത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്കുള്ള ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ കോൺഗ്രസ് 400-ലധികം സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ഇത്തവണ കോൺഗ്രസ് 300ഓളം സീറ്റുകളിൽ ഒതുങ്ങുന്നു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം കോൺഗ്രസ് കൂടുതൽ വിട്ടുവീഴ്ച നൽകിക്കൊണ്ട് വലിയ സഖ്യങ്ങളിലേക്ക് പോയി അത് തെരഞ്ഞെടുപ്പ് നേട്ടമാക്കി മാറ്റുവാൻ ഈ 2024 തെരഞ്ഞെടുപ്പിൽ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ BJPയുടെ നീക്കങ്ങൾ വളരെ ചടുലമാണ്. തങ്ങൾക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളെ ഒഴിവാക്കുവാനും വേണ്ട കൂട്ടുകെട്ടുകളെ കൂടെ നിർത്തുവാനും അതുപോലെ തന്നെ മാക്സിമം സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുവാനും, അതായത് മാക്സിമം സീറ്റുകൾ BJPയിലേക്ക് കൊണ്ടുവന്ന് മത്സരിക്കുവാനും ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകാൻ പോകുന്നത് ഇതര സഖ്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു നരേന്ദ്രമോദി 3-0 സർക്കാർ ഉണ്ടാകും. മാത്രമല്ല ഈ തരുണത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. BJP തുടങ്ങി വെച്ച, ഇപ്പൊ എല്ലാവരും ഉയർത്തുന്ന ഒരു വാദമാണ് BJP തുടങ്ങി വെച്ച ക്യാമ്പയിനുകളിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്നുള്ളത്. 400 സീറ്റ് എന്നുള്ള അജണ്ടയിൽ നിന്ന് BJP പുറകോട്ട് പോകുന്നു എന്നുള്ളത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ 400 സീറ്റ് എന്ന് പറഞ്ഞ് BJP തുടങ്ങിയ ഒരു അജണ്ട, തെരഞ്ഞെടുപ്പ് അജണ്ട, അത് പലപ്പോഴും BJP തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ 400 സീറ്റിൽ BJPക്ക് ഒറ്റയ്ക്ക് വിജയം എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകുന്നു, എന്തിനു വേണ്ടി? ഭരണഘടന മാറ്റി എഴുതാൻ വേണ്ടിയാണോ? ഇങ്ങനെ പ്രതിപക്ഷങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന്റെ ഒരു ശക്തി ഒരുപക്ഷെ ഈ BJP ഇങ്ങനെ പറയുമ്പോൾ കൂടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ BJP പിന്നീടുള്ള ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് 4, 5, 6, 7 ഘട്ടങ്ങളിൽ ഈ 400 സീറ്റ് എന്നുള്ള കാര്യത്തിൽ നിന്ന് ഒരല്പം പിന്നോക്കം പോകാനുള്ള ഒരു കാരണം അതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം ഉണ്ടായത് മോദിയെ മാത്രം കാട്ടിക്കൊണ്ട് നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ്. അത് ഒരുപക്ഷെ RSSന്റെ ഇടയ്ക്ക് പോലും വിഭിന്ന സ്വരം ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഈ 5ാം ഘട്ടം, 6ാം ഘട്ടം, 7ാം ഘട്ടം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. മോദിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ള, അതായത് വിശ്രമ ജീവിതം, രാഷ്ട്രീയ വിശ്രമത്തിനുള്ള സമയമായി, അദ്ദേഹം ഇനിയും അധികാരത്തിൽ കടിച്ചു കൂക്കുന്നത് ശരിയല്ല എന്നുള്ള അർത്ഥത്തിലുള്ള വലിയ പ്രചരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കെജ്രിവാൾ വളരെ കൃത്യമായി ആ അജണ്ട രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ചർച്ചയാകുന്ന ഒരു ക്യാമ്പയിനാണ്. പക്ഷെ അതേസമയം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, പലരും പറയുന്നുണ്ട് ഇത് RSS എന്തുകൊണ്ട് പിൻ സീറ്റിലേക്ക് പോകുന്നു, ആ RSSനെ ഒരു ഘട്ടത്തിലും ഇവിടെ കാണുവാൻ കഴിയുന്നില്ല, തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ അവശ്യ സന്ദർഭങ്ങളിൽ മാത്രം എത്തുന്നു, അല്ലാതെ BJPയുടെ ഒരു മുഖമായല്ല, BJPയുടെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമായി RSS ഈ തെരഞ്ഞെടുപ്പിൽ പങ്കുവഹിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം, അത് RSSും BJPയും തമ്മിലുള്ള ഒരു ഭിന്നതയുടെ, അല്ലെങ്കിൽ BJP വ്യത്യസ്തമായ ഒരു പ്രസ്ഥാനമായി RSSൽ നിന്ന് മാറുന്നു, RSSനെ ഭാവിയിൽ നിരോധിച്ചേക്കാം, ഇങ്ങനെയുള്ള വലിയ വിമർശനങ്ങൾ ഒരുപക്ഷെ BJPയും NDA സഖ്യത്തിനുമെതിരെയും ഇന്ത്യ മുന്നണി ഉന്നയിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP വളരെ പ്രൊഫഷണലായ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. അവിടെ കഴിഞ്ഞ പല സമയത്തും തെരഞ്ഞെടുപ്പുകളിൽ RSSനെ മുൻനിർത്തിയത് പല മൈനോറിറ്റി, BJPക്ക് ലഭിക്കേണ്ടിയിരുന്ന പല മൈനോറിറ്റി വോട്ടുകളും നഷ്ടപ്പെടുത്താൻ കാരണമായു എന്നുള്ള പഠനത്തിന്റെയും തിരിച്ചറിവിന്റെയും അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ കേരളത്തിൽ ഉൾപ്പെടെ RSSനെ BJP പിൻനിരയിലേക്ക് മാറ്റിയത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ പോലും ഇന്ത്യ മുന്നണിയിൽപ്പെട്ടവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, BJP സെറ്റ് ചെയ്യുന്ന അജണ്ടയുടെ ആഴം മനസ്സിലാക്കുവാൻ
കഴിഞ്ഞ 4 ഘട്ടങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എങ്കിൽ 5ഉം 6ഉം 7ഉം ഘട്ടം എത്തുമ്പോൾ ഇന്ത്യ മുന്നണി അജണ്ട മാറ്റിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യ 1ഉം 2ഉം 3ഉം 4ഉം ഘട്ടങ്ങളിൽ കണ്ട തെരഞ്ഞെടുപ്പുകളിലുള്ള വീറും വാശിയും ഉള്ളതിനേക്കാൾ വലിയ വീറും വാശിയും അതിനേക്കാൾ കുറഞ്ഞ സീറ്റുകളിലേക്ക് മത്സരം നടക്കുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ 102 സീറ്റുകൾ, 2ാം ഘട്ടത്തിൽ 88 സീറ്റുകൾ, 3ാം ഘട്ടത്തിൽ 94 സീറ്റുകൾ, 4ാം ഘട്ടത്തിൽ 96 സീറ്റുകളിലേക്കാണ് മത്സരം നടന്നതെങ്കിൽ ഈ 49 സീറ്റിലേക്കാണ് 5ാം ഘട്ടത്തിൽ നടന്നത്. ഇനി 58 സീറ്റിലേക്ക് 6ാം ഘട്ടവും 57 സീറ്റിലേക്ക് 7ാം ഘട്ടവും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പൊ ഇനിയുള്ള കുറച്ച് സീറ്റുകളിലേക്കുള്ള മത്സരത്തിൽ ഇപ്പൊ ഏതാണ്ട് 4ൽ 3 സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്ന 428 സീറ്റിലേക്ക് ഇനി ഏകദേശം 115 സീറ്റിലേക്ക് മാത്രമേ മത്സരം നടക്കാനുള്ളൂ. അപ്പൊ 4ൽ 3 സീറ്റിലേക്ക് ഏറെ സീറ്റുകളിലേക്ക് മത്സരം നടന്നിരിക്കുന്ന ഈ സാഹചര്യത്തിലും BJPക്ക് വലിയ വെല്ലുവിളി ഉണ്ടാകുന്നു എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം, ആദ്യ 3-4 ഘട്ടങ്ങൾ വരെ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലെ അജണ്ട നിശ്ചയിച്ചിരുന്നത് BJP ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ പോലും BJPയുടെ കുരുക്കിൽ, അജണ്ടയുടെ കുരുക്കിൽ പെടുത്തി ഇട്ട് ചുഴറ്റുവാൻ BJPക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ 7ാം ഘട്ടവും 6ാം ഘട്ടവും നമ്മൾ കാണുന്നത് ഇന്ത്യ മുന്നണി സെറ്റ് ചെയ്യുന്ന അജണ്ടയിലേക്ക് അറിയാതെ വഴുതി വീഴുന്ന BJP സഖ്യത്തെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ വലിയ വെല്ലുവിളികൾ നേരിടാൻ സാഹചര്യമുള്ള സ്ഥലം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഡൽഹിയിൽ വലിയ തരത്തിലുള്ള, അതായത് ഡൽഹി ഹരിയാനയൊക്കെ മുഴുവൻ സീറ്റുകളും നേടിയ BJPയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഘട്ടത്തിൽ അവിടെ നിന്ന് ഒരു സീറ്റെങ്കിലും നഷ്ടപ്പെടുക എന്നുള്ളത് തിരിച്ചടിയാണ്. അതുകൊണ്ട് BJP സർവ്വശക്തിയും സംഭരിച്ച് നടത്തുന്ന ഒരു മത്സരമാണ് 6-7 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഹരിയാനയും വെസ്റ്റ് ബംഗാളും ജാർഖണ്ഡും ഉത്തർപ്രദേശും ഒക്കെ ഇനി അവശേഷിക്കുന്ന സീറ്റുകളിലേക്ക് മത്സരം ഇവിടെ നടക്കുകയാണ്. ഇനി UPയിൽ ഏതാണ്ട് 2 ഘട്ടങ്ങളിലുമായി 10-27 സീറ്റിലേക്ക് മത്സരം നടക്കാനുണ്ട്. ബാക്കി മൊത്തം 80 സീറ്റുകളിൽ ബാക്കി മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പൊ ആ സീറ്റുകൾ നിർണായകമാണ്, ഡൽഹി സീറ്റുകൾ നിർണായകമാണ്, ഹിമാചൽ സീറ്റുകൾ നിർണായകമാണ്, ഇനി അവശേഷിക്കുന്ന വെസ്റ്റ് ബംഗാൾ സീറ്റുകൾ നിർമ്മാണമാണ്, പശ്ചിമ ബംഗാളിലെ സീറ്റുകൾ നിർണായകമാണ്, ഒഡീഷയിലെ സീറ്റുകൾ നിർണായകമാണ്. അപ്പൊ ഇവിടെയൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ ഒരെണ്ണമെങ്കിലും നഷ്ടമാകുക എന്ന് പറയുന്നത് ചിന്തിക്കാനാവുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ആദ്യ 1, 2, 3 ഘട്ടങ്ങളിൽ BJP കാലേക്കൂട്ടി പ്രവർത്തിച്ച് 150ഓളം മണ്ഡലങ്ങളിൽ, ഇതുവരെ ജയിക്കാത്ത പല മണ്ഡലങ്ങളിലും പരമാവധി വിജയിച്ച് കയറുക എന്നുള്ള തന്ത്രമായിരുന്നു BJPയുടേതെങ്കിൽ, ഇനിയുള്ളത് തങ്ങളുടെ കീശയിലെ ഒരൊറ്റ സീറ്റ് പോലും ചോരാതെ നേട്ടമുണ്ടാക്കേണ്ടുന്ന ബാധ്യതയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് എത്ര കണ്ട് വിജയിക്കും എന്നുള്ള വിമർശനങ്ങളും സംശയങ്ങളുമാണ് എല്ലാവരും ഉയർത്തുന്നത്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നേരിടുമ്പോഴും BJP നില മെച്ചപ്പെടുത്താൻ തന്നെ സാധ്യതയുള്ളൂ എന്നുള്ള പഠനങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം ഹരിയാനയെ സംബന്ധിച്ചിടത്തോളവും വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളവും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ വിഭിന്നമാണ് ചിത്രങ്ങൾ. വലിയ മത്സരമാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. എന്തായാലും 6ഉം 7ഉം ഘട്ടത്തിന്റെ ചൂടും ചൂരും നടക്കാൻ വളരെ വലിയ തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ബോധ്യമാകുന്നത്. എന്തായാലും അവസാന മണിക്കൂറുകൾ, ഫലം വരുന്ന അവസാന നിമിഷം വരെ ജനത്തിന്റെ കണ്ണും കാതും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്ന വലിയ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇനി നടക്കാൻ പോകുന്ന ഘട്ടങ്ങളിലും ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഫലത്തോടെയും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.